തെക്ക് വടക്കുള്ള ദീർഘത്തെ 4ആയിട്ട് ഭാഗിക്കുമ്പോഴത്തേക്ക് കന്നി, തുല, വൃശ്ചികം, ധനു, ആ 4 രാശികളായിരിക്കും കിട്ടുന്നത്. ഇതിൽ കന്നി, തുല, വൃശ്ചികൻ രാശി നമ്മൾ എടുത്താല് ആ ഭാഗത്ത്, അപ്പൊ വൃശ്ചികൻ രാശി എടുക്കുമ്പോഴേക്കും ഗൃഹം നമുക്ക് പടിഞ്ഞാറ് ദർശനമല്ലാതെ ബാക്കി 3 ഭാഗങ്ങളിൽ വടക്ക് ദർശനമാകാം, കിഴക്ക് ദർശനമാകാം, തെക്ക് ദർശനമാകാം. ഇത്തരത്തിലുള്ള വീടുകളിൽ വരുമ്പോഴേക്കും വൃശ്ചികൻ രാശി കണ്ടുപിടിക്കുന്നത് നന്നായിരിക്കും. അത് രാശി ചക്രത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ തേളിനെയാണ്, വിഷാംശത്തെ. ഈ ഭാഗങ്ങളെല്ലാം അഴുക്കിനെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഈ ചിങ്ങൻ രാശിയിൽ സെപ്റ്റി ടാങ്ക് ചെയ്യാം. ഈ പുറത്ത് ഒരു ബാത്റൂം ചെയ്യണമെങ്കിൽ ഈ ചിങ്ങൻ രാശിയിൽ ചെയ്യാം. പുറത്തൊരു അലക്ക് കല്ല് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ടാങ്കുകളെല്ലാം ഈ വൃശ്ചികം, ചിങ്ങം ഈ രാശികൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചിങ്ങൻ രാശി കണ്ടുപിടിക്കുമ്പോഴേക്കും അതിന്റെ ഒത്ത മധ്യഭാഗത്തുനിന്ന്, വസ്തുവിന്റെ ഒത്ത മധ്യഭാഗത്തുനിന്ന് മാറി വരും, സെൻട്രൽ ലൈൻ ആയിരിക്കും വരുന്നത്. അതിൽ മധ്യഭാഗത്തേക്ക് വരാത്ത തരത്തിൽ വേണം ഈ ചിങ്ങൻ രാശി കണ്ടുപിടിക്കുമ്പോഴും വൃശ്ചിക രാശി കണ്ടുപിടിക്കുമ്പോഴും